ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെയാണ്. അപ്പോൾ പ്രതാപൻ പല്ലവിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വണ്ടിയുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ വിളിച്ചിരുന്നു. ആ സമയത്ത് ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഇന്ദ്രനോട് വേണ്ടതായിരുന്നു. സാരമില്ല, എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ വെടിപ്പായിട്ട് നടത്തിയിരിക്കും. അവൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. അവളെ ഞാൻ ഇന്ന് തീർത്തിരിക്കും എന്നൊക്കെ പ്രതാപൻ പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ പല്ലവി ടീച്ചർ അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവി വരുന്ന കണ്ടിട്ട് അവള് വരുന്നുണ്ട്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ പ്രതാപൻ ഫോൺ വെച്ചു കേട്ടോ. എന്നിട്ട് വേഗം വണ്ടിയെടുത്ത് നേരെ പല്ലവിയുടെ നേരെ ചെല്ലുമ്പോഴാണ് നമ്മുടെ വിക്രമും വേദയും കൂടി നേരെ കുറുകെ വന്ന് ചാടുന്നത്. വേഗം തന്നെ വണ്ടി നിർത്തി. ഇപ്പൊ പ്രതാപൻ ആകെ സംശയം, ഇതാരാ, ഇവൻ ഈ പല്ലവി രക്ഷിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ള മട്ടില്. അപ്പൊ ചാടി ഇറങ്ങി പല്ലവി ആകെ പേടിച്ചുപോയി. വേദ ചോദിക്കുകയാണ്, പേടിച്ചോ എന്ന് ചോദിച്ചപ്പോ ചേച്ചി പേടിക്കണ്ട കേട്ടോ. വേഗം തന്നെ വിക്രം ഇറങ്ങി അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് പ്രതാപനെ പിടിക്കാൻ നോക്കുകയാണ്. അപ്പൊ പ്രതാപൻ വേഗം കാറ് തുറന്ന് ഇറങ്ങി ഓടാനാ ശ്രമിച്ചതാ. വന്നപടി പിടിച്ചിട്ട് 4 അടി അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. ശരിക്കും കിട്ടി നമ്മുടെ പ്രതാപന്. അപ്പോഴേക്ക് പ്രതാപൻ കത്തിയെടുത്തു. അടുക്കരുത്, ഉത്തിക്കൊന്നു കളയും. അപ്പൊ പല്ലവി പറഞ്ഞു, അയ്യോ വേണ്ട, അങ്ങോട്ട് പോവരുതേ എന്ന് വിക്രത്തിനെ ഇങ്ങനെ വിലക്കാണ്. വിക്രം അല്ലേ ആള്, വിക്രം എന്തൊക്കെ അടി ഉണ്ടാക്കുന്ന ആളാ. അപ്പൊ വേഗം തന്നെ വിക്രം ആ കത്തി മേടിച്ച് വെച്ചിട്ട് നല്ലത് പ്രതാപനിട്ട് കൊടുക്കുകയാണ്. ശരിക്കും അങ്ങ് ചെടിയിട്ടാണ് പ്രതാപൻ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ ശേഷം വിക്രം അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ പല്ലവി പറയാണ്, ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആരാത്, എന്തിനാ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നത് എന്ന് ചോദിച്ചു. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കഥയുണ്ട്, അതൊക്കെ പഴയ ഒരുപാട് കഥകൾ പറയാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. ശരി, അല്ല നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഇത് വിക്രം, ഞാൻ വേദ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പം ഇപ്പം രണ്ടുപേരും സംസാരിച്ചു ഇങ്ങനെ അതിനെക്കുറിച്ച്. എന്താണെങ്കിലും നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇപ്പം എന്താകുമായിരുന്നു. ഞാനല്ല, കൃത്യസമയത്ത് വേദയാ ഇത് കണ്ടത്. വേദ പറഞ്ഞു, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിതിൽ ഇടപെടാമെന്ന് വെച്ചത്. അപ്പോൾ വേദ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ പ്രതാപൻ വണ്ടി കൊണ്ട് നിർത്തിയിട്ടിരുന്നത് ഒരു പൂക്കടയുടെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൂക്കടയുടെ പുറകിൽ വന്നു നിന്ന് വേദ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൂ വാങ്ങിക്കൊണ്ട് നിന്ന സമയത്താണ് പ്രതാപൻ ഇന്ദ്രനുമായിട്ട് സംസാരിക്കുന്നത് വേദയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വേഗം തന്നെ വന്ന് പ്രതാപൻ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേനും നമ്മുടെ വിക്രത്തിനോട് വന്ന് കാര്യം പറയുകയാണ്. ഈ സമയത്താണ് വിക്രം ഇതിനകത്ത് ഇടപെടുന്നത്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് കുട്ടി എന്ന് പറഞ്ഞു. എന്നാലും വേദ കൃത്യസമയത്ത് പറയാൻ തോന്നിയല്ലോ, ഒരുപാട് നന്ദി എന്ന് വേദയോട് പറഞ്ഞപ്പോൾ, എന്നോടല്ല നന്ദി പറയേണ്ടത്, ശരിക്കും ഭഗവാനോടാ. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. ആ സമയത്ത് തന്നെ ദൈവം ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് എന്ന് വേദ പറയാണ്. ദൈവത്തിന്റെ ഓരോരോ വികൃതികളെ. എന്താണെങ്കിലും ടീച്ചർ ഒരു കാര്യം ചെയ്യണം, എത്രയും വേഗം തന്നെ ഇത് വെറുതെ വിട്ടുകൂടാ, ഗുണ്ടകളൊക്കെ അങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടുകൂടാ. അതുകൊണ്ട് എത്രയും വേഗം പോലീസിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിക്കൊണ്ടിരിക്കാം. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അതിനുശേഷം ഞാൻ എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തോളാം. ഇപ്പൊ കേസും കൂട്ടവും മാത്രമേ ഉള്ളൂ എന്നും പല്ലവി അതിനിടയ്ക്ക് പറഞ്ഞു. എന്താണെങ്കിലും ടീച്ചർ അവിടെ നിൽക്കുക, ടീച്ചറിന് ഞങ്ങളൊരു ടാക്സി വിളിച്ചു തരാം, അതിന് ആ ടാക്സിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട, നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഞാൻ പോയിക്കോളാം. അത് വേണ്ട ടീച്ചറെ, ഇത്രയും ആയ സ്ഥിതിക്ക് ടീച്ചറിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷമേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ടാക്സി വിക്രം വിളിച്ചു. അതിൽ കയറി ഇവർ 3 പേരുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പം നടന്ന കാര്യങ്ങളെല്ലാം പല്ലവി വണ്ടിയിലിരുന്ന് ഇവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ വിക്രത്തിന് ഭയങ്കര സന്തോഷം. വിക്രം, ആരെ വാ, സൂപ്പർ ടീച്ചറെ, ഇങ്ങനെ തന്നെ വേണം. മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ ജീവിക്കരുത് എന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും ജീവിക്കരുത്. അപ്പൊ തന്നെ ജീവിതത്തിൽ നിന്നങ്ങ് ഒഴിഞ്ഞു പോണം, അല്ലാതെ ഇവിടെ ചിലരെ പോലെ എന്ന് കൂട്ടിച്ചേർത്തു. വേദയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ വിക്രം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്ക് മനസ്സിന് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഓരോരുത്തരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടില്ലയോ എന്നൊക്കെ അറിയുന്നത് അവരുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. ആരെ വാ ടീച്ചറെ, സൂപ്പർ എന്നുടനെ വേദയ്ക്ക് നേരം അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ വിക്രം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരുന്നത്, പോലീസുകാരെയും കൂട്ടിക്കൊണ്ട്. സേതുവേട്ടൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ പോലീസുകാരൻ വന്നിട്ട്, സേതു എന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കുവാ എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞ് പോലീസുകാരൻ അങ്ങ് പോയി. അപ്പോൾ സേതു അങ്ങോട്ടേക്ക് വന്നു. അല്ല,
ഇതാരാ എന്ന് പറഞ്ഞു. സേതുമാധവൻ. അതെ, നിങ്ങളാരാണെന്ന് മനസ്സിലായില്ല. ഞാൻ വിക്രം, ഇത് വേദ എന്ന് പറഞ്ഞ് പല്ലവി പരിചയപ്പെടുത്തുകയാണ്. സേതുട്ടാ, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി പ്രതാപൻ എന്നെ കാറിടിച്ച് കൊല്ലാനായിട്ട് ഒരു ശ്രമം നടത്തി. അതിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ദേ ഇവരാ. ഇവരില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ നിമിഷം തന്നെ അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല പല്ലവി. വാ, എത്രയും വേഗം നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അവന് കൊടുക്കാനുള്ളത് കൈയോടെ തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സേതു നിൽക്കുന്നത്. അപ്പൊ വേഗം തന്നെ നമ്മുടെ വിക്രം പറഞ്ഞു, അതെ, തൽക്കാലം അങ്ങോട്ടേക്ക് പോകണ്ട. അവന് കൊടുക്കാനുള്ളത് മുതലും പലിശയും ചേർത്ത് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇനി അവനൊന്ന് നിവർന്നു നിൽക്കണമെങ്കിൽ 1 മാസമെങ്കിലും പിടിക്കും. അതുകൊണ്ട് തൽക്കാലം പോകണ്ട എന്ന് തന്നെ പറയണം കേട്ടോ. പിന്നെ ഇന്ദ്രൻ, അവൻ ഇതൊന്നും പോരാ. നല്ല തെങ്ങി കെട്ടിയിട്ട് അവനെ പച്ച മടലിൽ കെട്ടി അടിക്കണം. അവനെയാണ് ചെയ്യേണ്ടത്. ഇന്നലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അവനെയാണ് ആദ്യം കൊടുക്കേണ്ടത്. എങ്കിലേ ശരിയാവൂ. അറിയാതിട്ടല്ല വിക്രം, ഇന്നലെ തന്നെ ഞാൻ അത് ഒതുങ്ങിയതായിരുന്നു. ടീച്ചറുടെ മേൽ ഇത്രയും നാൾ അവകാശം ഉണ്ടായിരുന്നു. ആ അവകാശം തീർന്ന സ്ഥിതിക്ക് എന്ത് സഹായം വേണമെങ്കിലും ഏത് പാതിരാത്രിക്കും എന്നെ വിളിക്കാം എന്ന് വിക്രം പറയാണ്. അതെ, ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമുള്ള ആളായതുകൊണ്ട് എന്തായാലും സഹായിക്കും എന്നുടനെ വേദ. എന്താ, ശരിയല്ലേ? അല്ലാതെ പിന്നെ അവന്റെ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ട് പിന്നെ മിണ്ടാതിരിക്കണം എന്നാണോ പറയുന്നത്? ഒരിക്കലുമില്ല. അവനെ വെറുതെ വിടാൻ പാടില്ല. അവനൊരു വിഷവിത്ത. എപ്പ വേണമെങ്കിലും വിനാശം കൊണ്ടുവരാനുള്ള സാധ്യതയുള്ള ഒരു വൈറസ് തന്നെയാണ് അവൻ. അതുകൊണ്ട് സൂക്ഷിക്കണം. നിന്റെ സാരോപദേശം ഒന്നും മാറ്റാൻ പോകുന്നില്ല എന്ന് വേദയോട്. അതിന് മാറ്റാൻ പോണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിയമത്തിന്റെ വഴി സാരോപദേശം ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഒരു വഴിയില്ലാതെ അവനെ പൂട്ടണം. അതെ, അക്രമത്തിന്റെ വഴി അല്ല ശരി. പല്ലവിയും പറയാണ്, അത് വേണ്ട, നമുക്ക് അത് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്ന് പല്ലവിയും ചേർത്തു. അത് കേട്ടപ്പോൾ വേദയ്ക്ക് സന്തോഷമായിട്ടോ. തൻ്റെ ഭാഗത്ത് ഒരാളൂടെ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷം. അതിനുശേഷം എന്താണെങ്കിലും നിങ്ങൾ കൃത്യസമയത്ത് വന്നല്ലോ. ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ആരും തുണിയില്ലാത്തവർക്ക് ദൈവം തുണിയുണ്ടാവും എന്ന് പറയുന്നത് എത്രയോ ശരിയാ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കൃത്യസമയത്ത് വന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ആ നന്ദി പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ സേതു, അത്രയ്ക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റിയത് കൊണ്ട് ഞങ്ങൾ സഹായിച്ചു. പിന്നെ നാളെ ഒരാവശ്യം വന്നാൽ തിരിച്ചും സഹായം ചിലപ്പോൾ കൂടുതൽ കാര്യം ഞങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ ടീച്ചറിനും പറ്റുമായിരിക്കും. എനിക്ക് അത്രയൊക്കെ ഉള്ളൂ ലൈഫ് എന്ന് പറഞ്ഞു. ഇനി എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയ തുടക്കമാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞ് വേദയും വിക്രവും. അപ്പം എന്നാ പിന്നെ നമുക്ക് പോകുന്നതിനെ പറ്റി ആലോചിച്ചാലോ? എനിക്ക് എൻ്റെ ബൈക്ക് എടുക്കാനുണ്ട്. ഓ പിന്നെന്താ, ബാ എന്നാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവര് വണ്ടിയിലൊക്കെ ടാക്സി വിളിച്ചതിനെ തന്നെ തിരിച്ചു കയറി. എന്നിട്ട് ഇവര് തിരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് അവിടേക്ക് ചെല്ലുകയാണ്. അപ്പൊ പ്രതാപന്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. പ്രതാപന്റെ ആളുമില്ല, പേരുമില്ല. പ്രതാപൻ കണ്ടംപഴി ഓടി എന്നുള്ളതാണ് സത്യം. അപ്പൊ വേഗം തന്നെ വിക്രം അങ്ങോട്ടേക്ക് വന്നു. അപ്പം സേതു, ഇതാണ് അവന്റെ വണ്ടി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. നോക്കാണ്, അവനിവിടെ ഇല്ലല്ലോ. ഇത് അവന്റെ വണ്ടിയൊന്നും അല്ല. ഇത് അവൻ എവിടുന്നോ സംഘടിപ്പിച്ചോണ്ട് വന്നതാ. ഇതിനകത്ത് ബുക്കും പേപ്പറും ഒന്നുമില്ല. അതുകൊണ്ടാ ഇട്ടിട്ട് ഓടിയിരിക്കുന്നത്. എന്തായാലും അപ്പോ ഇനി പ്രത്യേകിച്ച് ചോദിക്കും പറയാനും ഒന്നുമില്ല. ഞങ്ങളുടെ കല്യാണത്തിൽ 2 ആളും എത്തിയിരിക്കണം കേട്ടോ. സത്യം പറയാലോ സേതു, ഞാൻ പറയട്ടെ, ഈ കല്യാണം എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാട്ടോ. അതെ, മറ്റൊന്നും കൊണ്ടല്ല. പക്ഷെ നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ എന്തായാലും വരും. നിങ്ങളാവാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ. വിക്രത്തിനും പറ്റും. സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. ഈ വേതാളത്തെയോ എന്ന് ചോദിച്ചോ? ദേ, ഇവരും കൂടെ നിങ്ങളുടെ പേരറിഞ്ഞാൽ നാണക്കേടായതുകൊണ്ടാ ഞാൻ പറയുന്നില്ല. ഈ വെട്ടുപോത്തെന്നാണെന്നുള്ള പേരാണെങ്കിൽ ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞ ഉടനെ സേതു കേട്ടാ എന്തുവാ ഇത് എന്ന് ചോദിച്ചോ? അതൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നേ എന്ന് പറഞ്ഞു. അല്ല, സമയം ഒരുപാട് വൈകിയല്ലോ. എന്നാ ഇനിയും സന്ധ്യക്കല്ലേ അമ്പലത്തിൽ പോകാൻ പറ്റുമോ? ഇവിടെ അടുത്താ ഞങ്ങളുടെ വീട്. വന്നാ ഒന്ന് ഫ്രഷായി സമയത്തൊന്ന് ഇറങ്ങിയാൽ മതിയല്ലോ. വേണ്ട ടീച്ചറെ, പിന്നീട് ഒരിക്കലാവട്ടെ എന്ന് പറഞ്ഞു വിക്രം. പിന്നെ ഈ അമ്പലവും ആചാരവും ഒക്കെ ഇവളും ഇവളുടെ അച്ഛമ്മ ഉണ്ടാക്കുന്ന തട്ടിപ്പുകളാ. അല്ലാണ്ട് എന്ത്? ഇന്നിപ്പോ അതിനേക്കാൾ നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ
തൽക്കാലം അത് മതി, അമ്പലത്തിൽ പിന്നെ ഒരു ദിവസം ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു. ശരി എന്നാ ആട്ടെ. അപ്പൊ ഇത് ഓടിച്ചെന്നു, വിക്രത്തിനെ കെട്ടിപ്പിടിച്ചു. വിക്രം, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം, ഞാൻ സഹായത്തിനുണ്ടാവും. നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയൊരു സുഖമുണ്ട് എനിക്ക്. ഈ ബന്ധം എന്ന് നിലനിൽക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. എനിക്കതൊന്നും അറിഞ്ഞൂടാ. മനുഷ്യനും തിരക്കുകളും ഒക്കെയല്ലേ, ചിലപ്പം ഓർക്കാനൊന്നും സമയം കിട്ടില്ലായിരിക്കും. എങ്കിലും സമയം കിട്ടുമ്പോൾ ഓർക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ഇന്ദ്രനിട്ടും പ്രതാപനിട്ടും കൊടുക്കാൻ തോന്നുമ്പോ അതെ ശരിക്കും ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പറന്നെത്തിയിരിക്കും എന്ന് വിക്രം വാക്ക് കൊടുക്കാണ്. അപ്പൊ ഭയങ്കര സന്തോഷം, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആഹാ എന്താ ഹാപ്പി. അതെ എനിക്ക് ഒരു ചേച്ചിയെ കിട്ടിയ സന്തോഷം തന്നെയാ ഉള്ളത് എനിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേ അപ്പൊ കാണാം, രണ്ടാൾക്കും കല്യാണത്തിന് മറക്കാതെ വരണം. ശരി. അപ്പൊ അവര് യാത്രയൊക്കെ പറഞ്ഞു പോയി. പല്ലവിയും സേതും കൂടി വേഗം ആ വണ്ടിയിൽ തന്നെ നേരെ വീട്ടിലേക്ക് എത്താണ് കേട്ടോ. അപ്പൊ അകത്തേക്ക് കയറാൻ ചെല്ലുമ്പത്തേനും രണ്ടുപേരുടെയും ദോഷങ്ങളൊക്കെ പോകാനായിട്ടെ ഞാൻ ഒഴിയട്ടെ, അവിടെ നിക്ക്. ശരിക്കും അല്ല, അവനൊക്കെ ഉണ്ടക്കണ്ണ് വെച്ച് നോക്കിയാലേ ഇല്ലാത്ത ദോഷം ഉണ്ടാവും എന്ന് പറഞ്ഞ് ശോഭ കയ്യിൽ എന്തൊക്കെയോ എടുത്ത് ദേണ്ട അവർക്ക് വരെ ഒഴിഞ്ഞിടുകയാണ് കേട്ടോ. ആ എനിക്കറിയോ എന്ന് പറഞ്ഞു. എന്റെ അമ്മ ഇങ്ങനെ ദയവ് ചെയ്ത് സംസാരിക്കരുത്, അമ്മ ഒരു മാഷിന്റെ ഭാര്യയല്ലേ. എന്നാലും ശരിയല്ലടി, ചിലപ്പോ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സേതുവിനും പല്ലവിക്ക് കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് സേതുവിനോട്. എന്ത് തന്നാലാ ഈ കടം തീരുക? മോനില്ലായിരുന്നെങ്കിൽ കേസ് ഇവൾ ഒരിക്കലും ജയിക്കില്ലായിരുന്നു. അങ്ങനല്ല, ഊർമിള നല്ല വക്കീലായിരുന്നു. ഞാനല്ല, വക്കീലാ കേസ് ജയിപ്പിച്ചത്. കോടതിയിൽ വാദിച്ചതും ജയിച്ചതും ഒക്കെ വക്കീലായിരിക്കാം, പക്ഷെ പുറത്ത് ഇവക്കൊരു ധൈര്യം കൊടുത്തതാരാ? ഇവളുടെ കൂടെ നിന്നതാരാ? ഓരോ പ്രശ്നങ്ങൾ എന്തിനുണ്ടാക്കുമ്പോഴും അതിൽ നിന്നൊക്കെ രക്ഷിച്ചത് ആരാ? അതൊക്കെ മോൻ തന്നെയല്ലേ. അതുകൊണ്ട് മോന് തന്നെയാ ഈ ജയത്തിന്റെ മുഴുവൻ അവകാശവും. അല്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ അത് സമ്മതിച്ചു തരില്ല എന്ന് ശോഭ ഇങ്ങനെ പറയാണ്. അപ്പൊ സന്തോഷമായി. അമ്മാവാ ഞാൻ ചായ എടുക്കാം. അയ്യോ ഒന്നും വേണ്ടമേ, ഞാനിതേ ഇറങ്ങാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ചായ കുടിച്ചിട്ട് പോയാൽ മതി. എന്നാ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ചായ കുടിച്ചേക്കാം അല്ലേ, എന്നാ വാ എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് രണ്ടാളൂടെ ചെല്ലുകയാണ്. സേതുട്ടാ, സേതു എണ്ണ സൂക്ഷിക്കണം, ഇനി അവൻ അനങ്ങില്ല. ഇനിയും അതുപോലെ സാഹസം കാണിച്ച നല്ല തിരിച്ചടി കിട്ടുമെന്ന് അവൻ ബുദ്ധി ഉണ്ടെങ്കിൽ ഇപ്പം മനസ്സിലാകും. ബുദ്ധിയില്ലല്ലോ, പക മാത്രല്ലേ ഉള്ളൂ, അതാണ് കുഴപ്പം. അതെ അവനെ പേടിച്ച് എന്തായാലും നാടൊന്നും വിട്ടു പോകാൻ പറ്റില്ലല്ലോ പല്ലവി. ആ എന്തായാലും ഭാവി അമ്മായിയമ്മയുടെ ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സേതുവിനെ വിളിച്ചകത്തേക്ക്. അയ്യോ പ്രതാപൻ ആട്ടി കിട്ടി ചതഞ്ഞ് ചമ്മന്തി പരുവായി വീട്ടിലേക്ക്. അപ്പൊ ബിന്ദു അവിടെയുണ്ട്. എന്ത് പറ്റി എന്ന് ചോദിച്ചോ. ഒന്നും പറയണ്ട, പണിപ്പാളി. എവിടുന്നോ വന്ന ഒരുത്തൻ, അവൻ വന്ന് വട്ടം വന്നു. എന്നിട്ട് കിട്ടിയത് മുഴുവൻ എനിക്ക് തന്നെ കിട്ടി. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാത്ത പണിക്ക് പോവരുതേന്ന്. വേണ്ടാത്ത പണിയാണോ വേണ്ടുന്ന പണിയാണോ എന്നൊക്കെ അടി കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. കസേര ഇങ്ങോട്ട് പിടിച്ചിടീ എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രതാപൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വീട്ടിലേക്ക് എത്തി. അയ്യോ അമ്മേ എന്ന് പറഞ്ഞു കാർച്ചയോട് കാർച്ച. അതെ ആ നാശം പിടിച്ചവൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് പല്ലവി ഇന്ന് പടവായനെ. സാറിന് ഇത് തന്നെ വേണം. അനുഭവങ്ങളിൽ നിന്ന് സാർ ഇതുവരെ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു വാറാവുമ്പോ ഇങ്ങനെ പലതും ഉണ്ടാവും. ആ മരണത്തെ പേടിക്കുന്നവനല്ല ഈ പ്രതാപൻ, മനസ്സിലായോ? ആ പലപ്പോഴും മരണം എൻ്റെ മുന്നിലാ പേടിക്കാറുള്ളത്. അതാണ് സംഭവം, സത്യം. എത്രയോ തവണ എൻ്റെ മുന്നിൽ നിന്നിട്ട് കാറും കോളും കൊണ്ട് നിന്നിട്ടുണ്ട്. ആര് എന്ന് ചോദിച്ചു. മരണം. ആ ബെസ്റ്റ്. അല്ല എന്നിട്ട് എന്നെ തൊട്ടോ? എനിക്കറിയത്തില്ല. ഇല്ല എന്നെ തൊടാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, മരണത്തിന് പോലും എന്നെ പേടിയാണെന്ന്. അത് പേടിയായിട്ടല്ല, പിന്നെ അറച്ചിട്ടാ എന്ന് പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? സാറിനെ പോലെ ഒരുത്തനെ പെട്ടെന്ന് കൊണ്ടുപോയാ അതോടെ തീർന്നില്ലേ? അയ്യോ നാണം കെട്ട ഇടപാട്. ഇവിടെ കിടന്ന് അനുഭവിക്കണം, ഇടികൊള്ളണം. അതിനു വേണ്ടിയിട്ടാ ദൈവം തൊടാതെ പോകുന്നത്. എടി
ഇത്തവണ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ എല്ലാ തവണയും അങ്ങനെ പറ്റണമെന്നില്ല. എല്ലാ തവണയും പറ്റും, അതിലൊരു സംശയം വേണ്ട. എടി കൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ, സാറിന് അതിനുള്ള കഴിവില്ലെന്നേ. സാറ് വാള് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എത്രയോ തവണ ഇങ്ങനെ കുടിച്ചിട്ട് വാള് വെക്കുന്നതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ആ വാളല്ല ഞാൻ ചോദിച്ചത്, വെട്ടുകത്തി കൊടുവാള് അത് കണ്ടിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. എത്രയോ തവണ. പോട്ടെ, ഒരു കറിക്കത്തി കൈ പിടിക്കാൻ അറിയാമോ? അയ്യോ, ഇല്ലെങ്കിൽ ഈ പണിക്ക് പോവരുത്, മനസ്സിലായോ എന്ന് പറഞ്ഞു. അതെ, ഇനി എത്ര കാലം പിടിക്കും ഈ ശരീരം ഒന്ന് പഴയ അവസ്ഥയിലെടുക്കാൻ? അയ്യോ എടി, വരുന്ന വഴിക്ക് ഞാനൊരു വൈദ്യരെ കണ്ടിരുന്നു. വൈദ്യൻ ഗോമൂത്രത്തിൽ കലർത്തി ഒരു മരുന്ന് കുടിപ്പിച്ചു എന്നെ പോനാ. അതിന്റെ ചതവ് മാറാൻ വേണ്ടിട്ടാ. അതാ, പുറത്ത് ചതവ് മാറാൻ ബെസ്റ്റ് വേറെയും തന്നിട്ടുണ്ട്, വാങ്ങണം. നീ ഒരു കാര്യം ചെയ്യ, എന്നിട്ട് പോരട്ടി തരണം. പോരട്ടാനിപ്പോ നീ ഉണ്ടല്ലോ. അവന്റെ കാശ്, ഇതിന്റെ കാശ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. എന്താ പറഞ്ഞത്? മരുന്ന് വാങ്ങണം എന്ന് പറയായിരുന്നു. കാശെന്ന് മറ്റോ പറയുന്നുണ്ടായിരുന്നല്ലോ. കാശൊന്നും അല്ലടി. അതെ, നീ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്ക, ഞാന് വിസ്തരിച്ചൊന്ന് കുളിക്കട്ടെ. എല്ലു മൊത്തം പൊടിഞ്ഞെന്നാ തോന്നുന്നത്. അയ്യോ, നോക്കി നിൽക്കാതെ ഒന്ന് പിടിക്കടി എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ അകത്തേക്ക്. കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് ബിന്ദു ഇങ്ങനെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.